അണ്ണന്റെ ഫ്രണ്ട് എനിക്ക് കത്തിക്കൊണ്ട് പറഞ്ഞില്ല ഞാൻ ഓടിക്കപ്പോ പൊടി മറ്റേ ഫാൻസി ഡ്രസ് ചെയ്ത പാച്ചൂസോ ഇത് വില്ലുമോന്റെ പാച്ചൂസ് ജോണിയ മാമ വള്ളിക്കോണാനൊക്കെ ഇട്ട് സൂപ്പർ ആയല്ലോ. നല്ല രസം ട്രൗസർ. ഈ 90s ഫാഷനിൽ നടക്കുന്ന സെൻസി നടക്കുന്ന ജോണി മാമൻ നമ്മളത്തെ ജെൻസി ഫാഷനുള്ള പിള്ളേരെ എങ്ങനെ ഇഷ്ടപ്പെടാനാ? പറഞ്ഞു കഴിഞ്ഞാ ബ്രേക്കപ്പ് ഇതിപ്പോ അപ്പൊ അവക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആരാ ഈ അടിക്കണേ? അവിടെ പോകുന്നോന്ന് എലിയുടെ നാളെ മറ്റേ ബിസിനസ് വർദ്ധിപ്പിക്കാനായിട്ട് ഞാൻ ആ PSY ഒന്ന് മറച്ചു വെച്ചു. ഞാനല്ല മണിയൻ ഞാൻ ചെറിയ തോന്നി നിനക്ക് വന്ന് വിട്ട. ഞാൻ കണ്ണില്ലെന്ന് നിനക്ക് അറിയാലോ. അടിച്ചിട്ട് പല്ലാന്നിരിക്കും വരാം. സാരിയൊക്കെ കൊടുത്തിട്ട് മാറ്റണം ഇങ്ങോട്ട് ഇതുകൂടെ ചെന്നാ ഞാൻ പിച്ചക്കാരി ആര്യ 10 കോടി രൂപ ആര്യ. 10 കോടിയോ? ഹലോ ഹലോ 5 ഞാൻ മുതുക്കുണ്ട്. എവിടെ? ഹലോ ഞാൻ ഇവിടെ ഉണ്ടല്ലോ. പൈസ മേടിച്ചോണ്ടിരിക്കും. 10 മിനിറ്റ് വിളിക്കാവേ. പിരിവിടാണ്. ആനിയ 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 ഒരു എന്റെ അമ്മയെ പോലാരും ആദ്യമായിട്ടാണ് സ്മാർട്ട്ചാറ്റിലെ ബാക്കിയൊരു ഗ്യാങ് പോലെ കൺഗ്രാറ്റ്സ് പറയാത്ത ഞാൻ കാണുന്നത്. അത് കേറി മെമ്പേഴ്സിന്റെ പ്രശ്നമല്ലേ? ടാഗിന്റെ പ്രശ്നം. എനിക്ക് 87 പൈസ പെട്ടെന്ന് സിറ്റിയിൽ ആദ്യമായിട്ടാണ് കേട്ടാ ഒരു ഇപ്പൊ സാറിന് ലൈക്ക് ഏതൊരു ഗ്യാങ്ങില് റിക്രൂട്ട്മെന്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലായോ? അവര് വന്ന് ഒരു കൺഗ്രാറ്റ്സ് ഇടുമല്ലോ. എന്നെ വീട്ടിലോട്ട് അവര് മാത്രം പർച്ചേസ്ഡ് അവരെന്നെ ഇത് പൊട്ട ചിത്രത്ത് പോലും ഇടുന്നില്ല. ഇത് ഒരുത്തൻ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല ഇടപെടെന്ന് പറഞ്ഞു. ഒരു ഗ്യാങ് പോലും ഇട്ടില്ലടാ. ഒരു ഗ്യാങ് പോലും. ഇപ്പൊ ഇത് ലൈക്ക് എല്ലാരും നമ്മുടെ ടാർഗറ്റിംഗ് ആണ്. എല്ലാരും നമ്മുടെ ഹീറ്റേഴ്സ് ആണ്. ഈ വലിയ സിറ്റിയുള്ള എല്ലാ ഗ്യാങ്സും. ഇതിപ്പോ അങ്ങനെ ഇത് നമ്മൾ പറഞ്ഞില്ലേ കട്ട് ചെയ്ത് വേറെ ക്ലബാക്കും. ഇവൻ കേറിയില്ല, ഭാഷയും കേറിയില്ല. ദിയോട് ഫ്ലഫി പപ്പടം ജോഷ് നീ ഇട്ടോടാ കണ്ട നിന്റെ കൺഗ്രാറ്റ്സിൽ തന്നെ അവർക്ക് ചെയ്തിട്ടോ. ഹലോ എടാ കണ്ണാ ആരും കൺഗ്രാറ്റ്സ് നീ ഒരു കൺഗ്രാറ്റ്സ് അതിന്റെ കൊണ്ട് ഞാൻ പിടിക്കാം. ഇതിപ്പം
ഞാൻ പറഞ്ഞേ TG ആയിരുന്നെ പോലെ കൺഗ്രാറ്റ്സ് 8 ഉമ്മ ഞാൻ ഇട്ടാനാണ്. വേറെ തോന്നല്ലേ? TG ആയിരുന്നെ പോലും ഞാൻ കൺഗ്രാറ്റ്സ് 8 ഉമ്മയും വേണം കൊമ്പാച്ചാന്ന് ഞാൻ ഇട്ടേനെ സ്നേഹത്തോടെ. 2 ആനയുടെ പടവും 2 ലവും 8 ഉമ്മയും ഞാൻ അവന് കൊടുത്തേനെ. വേണോടാ? ആരുണ്ടാവത്തില്ലടാ പാവല്ലടാ. ജോലിയമ്മ ഒരു ചരിത്രം ഞാൻ ഇടത്തൊന്നുമില്ല, ഞാൻ ഇടത്തൊന്നുമില്ല. നിങ്ങൾ എന്തിനാണ് പറയുന്നത്? ഞാൻ ഇടത്തില്ല. ഇടത്തില്ല. ജോണിയമ്മ സിറ്റിയിൽ ആദ്യമായിട്ടാണ് ഒരു ഇത് വന്നത്. കണ്ടായിരുന്നോ വാർച്ചാറ്റ്? ജോണിയമ്മ വാർച്ചാറ്റ് ജോണിയമ്മ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങ വാ. സിറ്റിയിലല്ലേ ജോണിയമ്മ? സാറിന് ഒരു റിക്രൂട്ട്മെന്റ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കെ ബാക്കിയുള്ള എല്ലാ ഗ്യാങ്ങുകാരും ഒരു കൺഗ്രാറ്റ്സ് ഇടത്തില്ലേ? സിറ്റിസൺസെങ്കിലും ഇടത്തില്ലേ? അവരെ ഇടുന്നു. സിറ്റിസൺസ് ഒരാളെ മൈൻഡ് ചെയ്താലും പിന്നെ കുഴപ്പമില്ലായിരുന്നു. അവരുടെ വീട്ടിൽ നിർത്തി പിടിച്ചോണ്ട് എന്നിട്ട് പറയാ ഇവന്റെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന അവരെ അവിടെ അപ്പൊ നമ്മള് പറയാ വേട്ടാ നാളെ എടാ കണ്ണാപ്പി ഞാൻ വീട് പോയി നിന്നാർന്നടാ കുറെ നേരം. എന്താ ചോക്കിയെ പിടിച്ചോണ്ട് അണ്ണു അതല്ല സാധാരണ റിക്രൂട്ട്മെന്റ് ഒക്കെ ഒരേ ഗ്യാങ്ങിൽ നിന്ന് ഏത് ഗ്യാങ്ങിൽ നിന്ന് ഒരാളെ എടുത്താൽ പോലെ ബാക്കിയുള്ള ഒരാളെ കൺഗ്രാറ്റ്സ് എങ്കിലും ഇടും. മനസ്സിലായോ? അണ്ണു ടീ ഞെക്കിട്ട് മേളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കണേ. ഓ ആണല്ലേ അണ്ണു ഇതില് മഞ്ഞ കളർ മാത്രം ഒരു സിറ്റിസൺ പോലും മിസ് ചെയ്തില്ല. പോട്ടന് ഒരു ഗ്യാങ് പോലും, ഒരു സിംഗിൾ ഗ്യാങ്. ഞാൻ വിഷയമായിട്ടേ അണ്ണു കണ്ണനെ മാത്രം സ്നേഹം നയിക്കും. പിന്നെ നാളെ കണ്ടന്റ് ഒക്കെ ഇറങ്ങൂലേ ജോണിയമ്മ? ആര് എവിടെ? അല്ലല്ലോ ഞാൻ 2 ദിവസം ഇല്ലായിരുന്നല്ലോ അണ്ണു. എന്ത് ഞാൻ അങ്ങനെ ഒന്നുമില്ല ജോണിയമ്മ. ഞാൻ കൺഗ്രാറ്റ്സ് കൊമ്പാച്ചാന്ന് പറഞ്ഞിട്ട് 2 TG ആയിരുന്നു. അങ്ങനെ ഞാൻ 2 ലൗച്ചിട്ട് 2 ആനയുടെ പടം ഇട്ട് കൊടുത്തേ. ഞാൻ പറയട്ടെ ചിലപ്പോ കൺഗ്രാറ്റ്സ് ഇട്ടിച്ചാ പറയും മറ്റേ പണ്ട് ചന്ദ്രൻ ഇട്ട അപ്രിസിയേഷൻ അല്ലേ കണ്ണാപ്പി. എന്തൊക്കെ വള്ളി എടുത്താലും അവൻ മാത്രമേ ഇട്ടുള്ളൂ ഒരു കൺഗ്രാറ്റ്സ്. എടുത്ത് ഇടുമായിരിക്കും. ഇവിടെ ഏതോ ഒരു ടീം തുടങ്ങിയെന്നൊക്കെയാ കേട്ടത്. ഞാൻ ലോറയാൻ പോയ ഒരുത്തനെ തല്ലിട്ട് വരും. നമ്മുടെ ഇടയിൽ മാത്രം എന്താ ലോറ റൊമാൻസ് ഇല്ലാത്തത്? അത് നീയാണ് റൊമാൻറ്റിക് അല്ലാത്ത. ലോറ ഞാനാണ് റൊമാൻറ്റിക് കൂട്ടത്തി. എന്നോട് പറഞ്ഞ എന്റെ തക്കുടു ആവാനൊന്നും ഇഷ്ടമല്ല, ഇനി ഞാൻ ഗ്യാങ്സ്റ്റർ ആയിരിക്കുന്നു. നീയാണ് റൊമാൻറ്റിക് അല്ലാത്ത. നീ എന്നെ ഇപ്പൊ പണ്ട് ചുട്ടു കളിക്കുന്നല്ലേ സ്നേഹത്തോടെ? ഞാൻ എപ്പോഴും കണ്ണാപ്പൂന്ന് വിളിക്കും, പക്ഷെ നീയാണ് വിളിയൊന്നും കേൾക്കൂല. എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ വിളിക്കണ്ട, എനിക്ക് ചുട്ടു അത് സംഭവം എന്ന് വെച്ചാൽ അത് ഞാനത് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇങ്ങനെ വിളിക്കുന്ന ആളെ ഒരു ഗേൾ ഫ്രണ്ടിനെയാണ് എനിക്ക് വേണ്ടത്. കുഴപ്പമില്ല. എന്താ ലോറയുടെ ചുട്ടു ആരാ? ഉത്തരം കിട്ടിയില്ല. എന്താണ്? ഹലോ എവിടെ ലോറയുടെ ചുട്ടു ആരാ? എവിടെ വെച്ച്? ഞാൻ ഡ്രസ് പറഞ്ഞിട്ട് വരാവേ, എല്ലാം ഇട്ടേ പോരാ ലോറ. സൂപ്പർ അഭിനയം. ഹലോ കുട്ടി പേരെന്താ? അഭിനയിക്കുന്നില്ലല്ലോടാ. ഇല്ല ഡ്രസ് മാറണ. കേറി പെട്ടെന്ന് കേറ്. സിറ്റുവേഷൻ വാ കേറിയാ.
ഇത് തങ്കനാണ്. ആരുമായിട്ടാ സിറ്റുവേഷൻ? ഇതാ പൊന്നടാവി അടവെടുക്കുമ്പോ അതെങ്കിലും അറ്റ്ലീസ്റ്റ് എന്താ ലോറ ഇത് ചുമ്മാ എന്നെ ഇറിറ്റേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല ബ്രോ അല്ല അല്ല വേണ്ട വണ്ടി ഇറങ്ങ വണ്ടിന്ന് ഇറങ്ങ. കണ്ണന്റെ പെണ്ണാടാ അവള് കത്തില്ലേ? എന്താടാ ഇതെല്ലാം അറിയണോ? ഇതെല്ലാം അറിയണോ? ഒരു കുട്ടീനെ പറ്റി ചോദിക്കല്ലേ ബ്രോ? ഏത് കുട്ടി? ഏതൊരു കുട്ടി, ഏത് പേര് അറിയില്ല, എനിക്ക് വേണ്ടി. എന്താ ഒരു പെണ്ണിനെ കാണുമ്പോഴത്തേ കൊറേമാര് ഇറങ്ങിക്കോളും. കേറി വണ്ടിയില് നാണം കെട്ടവന്മാര്. ആ ഇതാണോ അത്? അവന്മാര് നിന്നെ ഭക്ഷണം രീതി നോക്കിയോ? ഇല്ല ഇല്ല, അവന്മാരെന്ത് ചോദിച്ചേ? കണ്ടുപോലും കാണത്തില്ലായിരുന്നു. അവന്മാരെന്ത് ചോദിച്ചേ? കെട്ടിയ കൊച്ചിനെ കണ്ടോന്ന് ചോദിച്ചു. ഇല്ല ബ്രോ എന്ന് പറഞ്ഞു. അല്ല ബ്രോ, പോണിറ്റേൽ കെട്ടിയ കൊച്ചാണോ? ആ മറ്റേ ഇവിടെ ടി വി ഡ്രസ് ഷോപ്പിന്റെ അവിടെ ഉണ്ട്. ആ അവിടെ ഒരൊറ്റ മനുഷ്യരില്ല. അവന്മാര് കുറച്ചു നേരം തന്നട്ടെ. പിന്നെ എന്റെ അച്ഛനൊന്നുമല്ല പോയത് ഇത്ര തണ്ണ നിനക്ക്. നിന്നെ ആർക്കും അറിയത്തില്ല, എന്റെ മുടി കണ്ടാലറിയാം. നാളെ ഞാൻ ഹോസ്റ്റേജ്. നിന്നെ ഹോസ്റ്റേജ് എടുക്കണോ? ഞാൻ സിറ്റി കത്തിക്കുമല്ലോ. കത്തിക്കാനോ? ഇതാരല്ലോ നേരത്തെ വണ്ടി അങ്ങ് ഇടിച്ചിട്ട് പോയല്ലോടെ. അത് ഇത് കേവിയല്ലേ? കേവിയായിട്ട് ഞാനൊക്കെ വെറുതെ വിട്ടതാണ് എന്റെ ഒക്കെ വിചാരം. കൈവെക്കടാ എന്നെ. ചേട്ടാ ഒന്ന് വെച്ചിട്ടോ, അവന് സന്തോഷം. ഓക്കെ സുഖാണോടാ? എന്ത് സിറ്റുവേഷനാ? ഓ നാളത്തേക്ക് ഓക്കെ ഓക്കെ. സന്തോഷങ്ങൾ. നാഗവല്ലി അവിടെ നിന്ന് ആണ് ഏതാന്നറിയാം അവിടെ കണ്ണ നിനക്ക്? ആ പെണ്ണിനെ കറക്റ്റ് മനസ്സിലാവല്ലേ? ആ അത് ഇതാണ് അല്ലേ എന്താണ് ബ്രോ? ജോസഫ് കുരുവിള? ഉറപ്പില്ലേ ടൂളിൽ വന്നേ ബ്രോ. ബ്രോയുടെ പേരെന്താ ബ്രോ? ബാക്കിലുള്ള ആളിപ്പില്ല ബ്രോ. അഫ്ഗാൻ ബ്രോ. ബ്രോയുടെ പേരെന്താ ബ്രോ? ബ്രോ എന്റെ പേര് കണ്ണൻ. കണ്ണൻ. ഓക്കെ, ഗുഡ് നെയിം. നിന്റെ എന്തായിരുന്നു? ഓക്കെ ബൈ. എൻ്റെ പേര് ജോസഫ് കുരുവിള. ഗുഡ് നെയിം. താങ്ക് യു. പെണ്ണ് കിട്ടാത്തവന്മാർ ഇതുപോലെ ആമ്പിള്ളേരെ പറഞ്ഞു വെച്ച് കൊണ്ടുവരണം എന്നുള്ള രീതിയിലും നടക്കും. ഷൗട്ടിങ് അതൊക്കെ കേട്ടോളൂ. എനിക്ക് വള്ളി എടുക്കാൻ പറഞ്ഞു തരൂ. ചേസ് വരുന്നുണ്ടോ? അവൻ ഈഗോ പൊട്ടിതേ എന്നെ രണ്ട് പറയാനായിട്ടുള്ള ചേസിലാ വരുന്നത്. അപ്പൊ ഞാനിവിടെ ഞാൻ പറഞ്ഞില്ലേ ലോറ? ഞാൻ പറഞ്ഞോ ലോറ, ടാറ്റൽ പോവല്ലേ. അവൻ വണ്ടി തിരിക്കാൻ നോക്കിയതാ, പെട്ടെന്ന് അവന് ബ്രേക്ക് കിട്ടിയില്ല. അവന് പി എൽ എന്നെ കണ്ടില്ല. അവൻ തിരിച്ചു വന്നണ്ട. അവന് പി എൽ അവന് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാ തിരിച്ചു വന്നേ. ഈ വള്ളി എടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ പറഞ്ഞ. പോസ്റ്റേ ആവാതിരിക്കാനായിട്ട് മാക്സിമം നോക്കണം.
അതിനെന്ന് പറഞ്ഞാൽ ഈ 10 പേരൊക്കെ നിൽക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് പോയിട്ട് ഞാനാണാ, ഞാൻ റോക്കി ബായ് ആണാ, മച്ചവനാണാ, മറിച്ചവനാണാ, അതൊന്നും കേറിക്കരുത്. 10 പേരുടെ ഇടയിൽ ഒരു പോക്കത്തിനെ പറഞ്ഞിട്ട് അപ്പോഴേ വണ്ടി എടുത്തൊക്കെ വലിഞ്ഞോണം, മനസ്സിലായ? പിന്നെ എപ്പോഴും ഹീലും ഈ ഷീൽഡും ഒക്കെ ഫുള്ളായിരിക്കും, ഒരു ഹെൽമെറ്റ് തലേ വേണം. ഓ നിന്റെ തലയിലെ പാണ്ടക്കെട്ടുണ്ടല്ലോ, ഒരു ഗുണമില്ലാത്ത. കേറ് കേറ്, സമയമില്ല. ഇത് ഉള്ളവനെ മെനക്കെടുത്താനായിട്ട് ഓരോരോ. നമ്മൾ ഈ സ്റ്റാർട്ടിങ് എങ്ങനെ തുടങ്ങണം? എന്ത് സംസാരം എങ്ങനെ തുടങ്ങണമെന്ന്? സംസാരം അത് ശരിയാ, അത് ശരിയാന്നാ. എടീ സംസാരം തുടങ്ങണ്ട. കുടുംബസ്വത്താണോടാ റോഡ് പട്ടം വെച്ചേക്കുന്ന? വണ്ടി എടുത്ത് മാറ്റണേ. ഓ എല്ലാം പറയും പോലെ. എന്താടാ തുള്ളി പോലെ. എന്താ എന്താണ് വഴി പോന്നവരുടെ നേരെ തല്ലി കിട്ടുന്നുണ്ടല്ലോടാ. എന്താണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടല്ലേ ബ്രോ. അത് വാങ്ങിക്കൊടുത്തു കേട്ടാ. കാർലോ നൗഡേയ്സ് കാർലോ പറഞ്ഞേ, ഇങ്ങനൊരു കാർലോ കണ്ടത് പണ്ടത്തെ ഞാനും കാർലോ അടിയായപ്പോഴൊരു കാർലോ അടിയാണ്. ഇപ്പൊ കാർലോ വിഷയമായി കേട്ടാ. റൂൾ നമ്പർ 2 എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ ഉള്ളവരെ ഇട്ടിട്ട് ഓടിക്കണം. പ്രൈവറ്റ് നമ്പറിലൊന്നും വിളിക്കണ്ട. അവര് സിറ്റുവേഷൻ ആയിട്ട് അവര് അടിക്കട്ടെ. അപ്പൊ പോലും തെരുവിളിയില്ലായിരുന്നു കാർലോ. എന്നെ തെരുവിളി എങ്ങനെ വിളിച്ചിട്ടില്ല. ഇത് കാറ്റും കിട്ടിയ ഞാനൊരു കാര്യം പറയട്ടല്ലോ ഓറാ, ഈസിയും കേപ്പിയും മാറാം. അലമ്പോയൊരു പോക്കേ. എന്ത് കൊച്ചേർക്കടാ ഹലോ പണ്ണ ഓ പറ ബ്രോ. അതെ അവനറിയാതാണ് അവൻ മനസ്സില്ലേ. അത് മനസ്സിലായി. ഇല്ല വീഡിയോന് പോയിട്ടില്ല. ആരാടാ ഇപ്പൊ കൊണ്ടിടിച്ചാരടെ? ആരാടാ അടിച്ചാ? ചുരുണ്ടപൊടി എന്റെ പെടലി തീർത്ത് അടിക്കും കേട്ടാ. ഇന്ന് കേറിയെന്ന് പറഞ്ഞത് തോന്നി. അറിയാതിരിക്കണം, ഇന്ന് കേറിയല്ലേ നമുക്ക് പറ്റിയിട്ടുള്ളേ. അല്ലടേ ഇന്ന് കേറിയാന്ന് അറിയുമ്പത്തേക്കേ നമ്മള് നീ കേറിയപ്പോഴത്തേക്ക് നിന്നെ കാർ ഓടിക്കാൻ അറിയായിരുന്നോ? പോട്ടെ, ഇപ്പൊ നിന്റെ ഒരു എലിയൊന്നും നിനക്ക് ഓടിക്കാൻ അറിയോ? അത് കണ്ടവർ എന്നാ നീ ചോദിക്കണം. ഇപ്പൊ കേറിയതേ ഉള്ളോന്ന് നീ ചോദിക്കണമായിരുന്നു. നീ അങ്ങോട്ട് ചൂടായി. ഇപ്പൊ അമ്പിയല്ലേ ട്രെൻഡിങ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ശീലമായി പോയി. ഓ ശരി ശരി. നമ്മളിപ്പോ സിറ്റിയിൽ സ്ഥിരം വന്ന് നടക്കുന്ന കാര്യങ്ങളല്ലേ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ.
അണ്ണു ഉറങ്ങുവാണോ? എന്താണ് പരിപാടി? ഞാൻ ഉറങ്ങുവാ ഉറങ്ങിക്കോ കുഴപ്പമില്ല. അണ്ണുവേ ഇത് തങ്കനാണോ? തങ്കൻ അങ്ങനല്ല, നീ ഊമ്പന. പെണ്ണിന്റെ കൂടെ എവിടെയാമോ? ഇത് തങ്കനാ. വയ്യേ കുഞ്ഞു നിനക്ക്. നമ്മുടെ നമ്മുടെ കാരണം കൊടുത്ത ഒരു കൊടുപ്പുണ്ടായിരുന്ന അത് കണ്ട് ഇവൻ പിന്നെ വിളിക്കണം. ഓ ഇത് ഇവൻ പിന്നെ വേണേ മൂച്ചിട്ട് പോടാന്ന് പറയുന്നില്ല. അണ്ണു വിഷയം കേട്ടോ അണ്ണു. അല്ല ഞാൻ അല്ല പാടിയത്, പുള്ളി നിന്റെ അച്ഛൻ ഇരിപ്പുണ്ടായിരുന്നു സൈഡിൽ. അണ്ണു അടുത്ത സ്റ്റാർ സിംഗർ ചെയ്ത് ട്രൈ ചെയ്യണേ. നിന്റെ അച്ഛൻ ജഡ്ജാണെങ്കിൽ ട്രൈ ചെയ്യാം. അണ്ണു സത്യത്തിന് കാര്യമായിട്ട് പറഞ്ഞ നല്ല രസമുണ്ടായിരുന്നു കേക്കാൻ. അണ്ണു ഒന്നും എന്റെ പൊന്നിൽ ഓറായി കഴിവറവനെ പിടിച്ചോണ്ട് പോവാൻ നോക്ക്. അല്ല രണ്ടുകൂടെ എവിടെ പോകുന്നു ബാങ്ക് തൂക്കിക്കൊണ്ട്? വള്ളി പിടിക്കേ. അവള് കുഞ്ഞല്ലേ ജോഡിയാകുമ്പോ സ്കൂളിൽ പഠിക്കാൻ പോവാ. സ്കൂളില് പോട്ടെ അണ്ണുവേ. അണ്ണുവേ എടാ ഒന്ന് പോയി താടാ ഒന്ന്. ഇത് തങ്കനാണു. ഇത് തങ്കനാടി. സത്യം പറഞ്ഞ സംഭവം എനിക്ക് മനസ്സിലായില്ല. സത്യം പറഞ്ഞ അത് നിനക്ക് അറിഞ്ഞൂടാ. അതൊരു പെങ്കൊച്ച്. ഞാനും ഇന്ന് സിറ്റിയിൽ ഭയങ്കര ആൾക്കാർ അറിയാം. അതെന്താ അറിഞ്ഞൂടാ, അതെന്താ എനിക്കും അറിഞ്ഞൂടാ. നീല് രാത്രി ഒന്നും ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും. സമാധാനത്തോടെ ഇറക്കം പോയി ഇറക്കാലോ, ഇല്ലെങ്കിൽ 3-4 വള്ളി കഴിഞ്ഞു. ഞാൻ 24 മണിക്കൂർ സിറ്റി കാണും നാളെ തൊട്ട്. നന്നായി. എന്താ 24 ആണോ നാളെ? അല്ലല്ല അങ്ങനല്ല, ഇനി അങ്ങോട്ട് ഫുള്ള്. ഓ അങ്ങനെ. ആരെ പ്രേമിക്കും? എന്റെ അടുത്തല്ല, വേറെ പെണ്ണിന്റെ അടുത്ത്. ഞാൻ അറിയാൻ പറ്റേ, എനിക്ക് എന്നെ മാത്രമേ നീ റെസ്ട്രിക്ട് ചെയ്യുന്നുള്ളൂ. സ്നൈപ്പിന് 3 ഗേൾസ് ഉണ്ട്, മന്ദാരത്തിന് 2 ഗേൾസ്, എനിക്കിവിടെ ഒരാളെ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ മന്ദാരത്തിന്റെ കാര്യത്തിലും സ്നൈപ്പിന്റെ ഒക്കെ കാര്യത്തിലും ആണുങ്ങൾക്കല്ലേ, നമുക്ക് ഡിഫറെന്റ് ആയിട്ട് എനിക്ക് 2 ബോയ് ഫ്രണ്ട് ആയാലോ? ഓക്കെ ഓക്കെ, ഞാൻ പോയി ചെറുക്കനെ വിളിച്ചിട്ട് വരാവേ. നീ പറയാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുവായിരുന്നു. വിഷമായോ? ഞാൻ സമ്മതിക്കത്തില്ല. അന്ന് നമ്മൾ തമ്മിൽ ബ്രേക്കപ്പ്. ഈശയുടെ ഒക്കെ മൈൻഡ് സെറ്റ് ഉണ്ടോ? അതൊക്കെയാണ് പെണ്ണ്. അന്ന് നീ അന്ന് അവരെ പോയി പ്രേമിച്ചോ, ഞാൻ നമുക്ക് ബ്രേക്കപ്പ്. നീ അല്ലേടി എന്റെ ശുദ്ധ. അങ്ങനെ ആയാ നിനക്കൊള്ളാം. അല്ല ബ്രോ, ഹലോ, ഇതാ പരിപാടി. ഹലോ, എന്ത് പരിപാടി? ഓക്കെ ഓക്കെ. ഹലോ, അല്ല അല്ലല്ല, ഇത് ഡിആർസ്. ഇതിൽ പറയല്ലേ? ഓ അതെ അതെ. ആ, ഹായ്.